ഓർത്തുമടുത്ത് എന്നാൽ ഗുരുവിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ ജീവിതയാത്ര നടത്തുന്ന ടീച്ചറാണ്. ആ ടീച്ചറിനും തീർച്ചയായിട്ടും കുറേ അനുഭവങ്ങളും കാര്യങ്ങളും നമ്മോടൊപ്പം പങ്കുവയ്ക്കാനുണ്ടാകും. അതിനുവേണ്ടി ടീച്ചറെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷം കാണുന്ന ആളുകളാണ്. ഓരോരുത്തരും വഹിക്കുന്ന സ്ഥാനങ്ങളൊന്നും അറിയില്ല. എന്നാലും ആദരണീയ വ്യക്തിത്വങ്ങളായി വേദിയിലിരിക്കുന്നവരെ, നമ്മളെ നയിക്കുന്ന ഗുരുനാഥൻ നമ്മുടെ കൂടെ ഇപ്പോഴുണ്ട്. എന്ത് സംസാരിച്ചു തുടങ്ങണം എന്നറിയില്ല. ഒരുപാട് കാലമായി പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. പ്രസ്ഥാനത്തിനെ ജീവനാഡിയിലോടുന്ന രക്തത്തെ പോലെ തന്നെ സജീവമാക്കി കൊണ്ടു നടന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് എവിടെ വെച്ചോ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ മാറിയ സമയത്ത് ഗുരുവിനെ മാത്രം അവിടുന്ന് നെഞ്ചിലേക്ക് കൊണ്ടുവന്ന് അരങ്ങിൽ നിന്നും ഒഴിഞ്ഞു പോയതാണ്. ഇനി അത് വേണ്ട എന്നും മടുത്തു മനസ്സിൽ. പ്രൊഫഷണലി ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ മുന്നിൽ ഓരോ പീരീഡും 10, 50, 60 കുട്ടികളും, പലപ്പോഴും പുറത്ത് ക്ലാസ് എടുക്കുമ്പം 1000-ൻ്റെ അടുത്ത ആളുകളും ഞാൻ അഭിസംബോധന ചെയ്യാറുണ്ട്. അഭിസംബോധന ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകം. ക്ലാസ്സിൽ എപ്പോഴും മുന്നിൽ വന്നിരിക്കുക സൈക്കോളജിക്കലി എല്ലാറ്റിലും ഇടപെടാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും. സൈക്കോളജിക്കലി എങ്ങനെയാണ്? മുൻകൈ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. മുന്നോട്ട് നയിക്കാൻ ശക്തിയുള്ള ആളുകളായിരിക്കും. ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ്? മറിച്ച് പിന്നിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. മുന്നിൽ ഒരുത്തം പോകട്ടെ എന്ന് ഏറ്റവും പിന്നിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട്. അവരൊന്നും മോശക്കാരല്ല. പക്ഷെ മനഃശാസ്ത്രപ്രകാരം ഓരോരുത്തരുടെയും മെൻ്റൽ കപ്പാസിറ്റി, ആ ഒരു വ്യക്തി ജനിച്ച അന്നു മുതൽ ഒരു പക്ഷേ ഗർഭസ്ഥാവസ്ഥയിൽ നിന്നും നേടുന്ന കുറേ സ്കിൽസ് ഉണ്ട്. ആ സ്കിൽസിലൂടെയാണ് നമ്മുടെ ഇത്തരം കാഴ്ചപ്പാടുകളൊക്കെ വളരുന്നത്. എന്നാൽ ഇത്തരം ആളുകൾ നിറയെ ക്ലാസ്സിലുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആസ് എ ടീച്ചർ മുന്നിലിരിക്കുന്ന നയിക്കാൻ കഴിവുള്ളവനെ നോക്കി ക്ലാസ് എടുക്കലല്ല എൻ്റെ ജോലി. പിന്നിലിരിക്കുന്നവനെ കണ്ടില്ല നടിക്കലല്ല എൻ്റെ ജോലി. എൻ്റെ ഒരു പീരീഡിൽ എനിക്ക് തോന്നുന്നു 40-45 തവണയൊന്നും അല്ല ഞാൻ കണ്ണുകൊണ്ട് കുട്ടികളെ സ്കാൻ ചെയ്യാറുണ്ട്. ചെറിയൊരു അനക്കുണ്ടെങ്കിൽ പോലും എനിക്ക് മനസ്സിലാവും ദേ ആർ ഡിസ്റ്റർബ്ഡ് എന്ന്. അപ്പം ഞാൻ വിളിക്കും, സംസാരിക്കും, എന്നിട്ടാണ് ഇരുത്താറ്. അവിടെ നിന്നോട്ടെ, പാഠം തീർത്താളാണ് ഞാൻ വിചാരിക്കാറേ ഇല്ലേ. പാഠം നിർത്തി വെച്ചിട്ടായാലും ക്ലാസ്സിലെ ഇത്തരം പ്രശ്നങ്ങൾ ഞാൻ ഇടപെടുന്ന ആളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഏത് സദസ്സ് പോയിരുന്നാലും എനിക്കുള്ള ആഗ്രഹവും അത് തന്നെയാണ്. എല്ലാവരും ഈ ക്ലാസ് എടുക്കുന്ന ആളുകളോ സംസാരിക്കുന്ന ആളുകളോ ഇനി ഏത് പ്രസ്ഥാനത്തിലും എല്ലാവരെയും കണ്ടു എന്ന് നടിക്കുക വലിയൊരു കാര്യമാണ്. എല്ലാവരും അവനവൻ്റെ പ്രാരാബ്ധങ്ങളും ഒരുപക്ഷെ പണം ഉണ്ടായാൽ തീർക്കാൻ പറ്റാത്ത ആത്മാവിൻ്റെ കുറേ വിഹുലതകളുണ്ട്. അതെവിടെ പറഞ്ഞു തീർക്കണം എന്നറിയില്ല. ജന്മങ്ങളായി ചെയ്തു കൂട്ടിയതൊക്കെ പറയുമ്പം ഈ ജന്മം തന്നെ തികച്ചും ഓർക്കാൻ കഴിയാത്ത മനുഷ്യരാശിയാണ് നമ്മൾ. അവരെങ്ങനെയാണ് മുൻജന്മത്തിനെ കുറിച്ച് വായിച്ചെടുക്കുക? ഇനി അഥവാ അറിയുന്നവൻ ആര്? അവൻ്റെ വാക്കുകൾ നമ്മൾ ചെവിക്കൊള്ളാറുണ്ടോ? ഇല്ല. മുൻജന്മങ്ങൾ വായിച്ചെടുക്കാനും അറിയാനും മുൻജന്മ സുഹൃതത്തിൻ്റെ ബാക്കിയാണ് ഈ ജന്മം എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടോ ഇല്ല എന്ന് പറയാൻ നമുക്കിഷ്ടം. ബിക്കോസ് ഇല്ലായ്മകളിൽ നമുക്കവിടെ ഫുൾ സ്റ്റോപ്പാണ്. ഞാൻ മുൻജന്മം ഉണ്ടെന്ന് പറയാൻ ഞാൻ തെളിയിക്കേണ്ടി വരും. ഓക്കെ, തെളിയിച്ചു കൊടുക്കാൻ നേരല്ലേ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കലായിരിക്കും നല്ലത്. ഇവിടെ ആശ്രമത്തിൽ പോകുന്ന സമയത്ത് പലപ്പോഴും പറയുമ്പം തന്നെ ആശ്രമം എന്നത് ഏറ്റവും മഹത്വമുള്ള സ്ഥലമാണ്. പക്ഷേ അതേ സ്ഥാനത്തിനെ കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ എന്തോ ഞാനിപ്പോൾ അങ്ങോട്ട് മാറിക്കളയേ, എന്തിനിങ്ങനെ പറയുന്നു എന്നതാണ്. എൻ്റെ അടുത്ത് വന്ന ആളുകളൊക്കെ പറഞ്ഞു മടുത്തു, ഇനി എനിക്ക് പറയാനില്ല, എൻ്റെ വഴി ഞാൻ വെട്ടുക എന്നത്. അല്ലെങ്കിൽ വിചാരിച്ചിരുന്നു മഹത്തുള്ള വഴി, ശരിയായ വഴി കാണിച്ചു തരും, അതിൽ അങ്ങോട്ട് പോവാന്ന്. പക്ഷേ അങ്ങനെ ഒരു വഴി ആരും കാണിച്ചു തന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 10 വർഷമായി അത് തിരിച്ചറിഞ്ഞിട്ട്. അപ്പോഴും നിതാന്തമായി ബിജു നിർത്താതെ മെസ്സേജ് അയക്കുകയും ബിജുവിൻ്റെ ചിന്തകൾ, ഗുജുവിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് ശരിക്കും പാവം തോന്നും ബിജുവിനെ. കാരണം എന്താണ് അവൻ എല്ലാവരും ഇനി വേണ്ട പോട്ടെ എന്ന് വെച്ചിടുമ്പോഴും അവത് കൊണ്ടുപോവുക. അവൻ്റെ പിന്നിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. എൻ്റെ നമ്പർ അവൻ്റെ അടുത്തായത് അവൻ എനിക്ക് കൃത്യമായി അയക്കും, എൻ്റെ ഹസ്ബൻഡിനും അയക്കും. അങ്ങനെയൊക്കെ അയക്കുന്നവരെ നമുക്ക് ഭ്രാന്തെന്ന് പറയാനും എളുപ്പമാണ്. കാരണം
അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അതിൽ ശരിയുണ്ടോയെന്ന് ചിന്തിക്കണമെങ്കിൽ നമുക്ക് വേറൊരു സാധനം നമ്മൾ ഉള്ളിൽ കത്തണം അല്ലേ? അത് കത്തുന്നില്ല, അവന് ഭ്രാന്ത അറിഞ്ഞ് പല പ്രശ്നങ്ങളിലും ഞാൻ ഇടപെടുമ്പോൾ ടീച്ചർ എന്തിനാ അങ്ങനെ ഓടി. ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഇവനോട് ഡിസ്കസ് ചെയ്താൽ ഞായറാഴ്ചയാണ് എല്ലാ പെണ്ണുങ്ങളും വീട്ടിലിരുന്ന് അരയ്ക്കലും മുറിക്കലും ഭർത്താവിന് ചോറക്കലും കറിവെക്കലും. ഞാൻ രാവിലെ മുതൽ മെഡിക്കൽ ക്യാമ്പ്, ഇനിയിപ്പം സ്റ്റേഷൻ, വിത്തൗട്ട് റെസ്റ്റ് ആണ് ഞാൻ ഓടാറ്. മനുഷ്യൻ്റെ ജന്മം എത്രയൊന്നും പറയാൻ വയ്യ. അതിനിടയ്ക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാവരും ഒരുപോലെ അല്ല. അതുകൊണ്ട് എൻ്റെ മേലുള്ള ഒരു ടാസ്ക് അതെനിക്ക് നിറവേറ്റണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. രാവിലെ ഗുരുവിൻ്റെ അടുത്ത് നമസ്കരിച്ച് തന്നെയാണ് ഇറങ്ങാറ്. എൻ്റെ ജന്മം കൊണ്ട് എന്താണോ ചെയ്തു തീർക്കണത് ചെയ്തു തീർക്കാനുള്ള കെൽപ്പ് വേണമെന്നാണ് പ്രാർത്ഥിക്കാറ്. പക്ഷെ ഇപ്പം ഞാൻ റീസെൻ്റ്ലി അറിയുന്ന ആ പ്രാർത്ഥിക്കുന്ന ആ വസ്തു പോലും മറ്റെന്തോ ആണെന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു വേദനയാണ്, വല്ലാത്തൊരു വേദന. ആ വേദനയൊന്നും എവിടെയെന്ന് പറഞ്ഞു തീർക്കാൻ വയ്യ, മറ്റൊരാളോട് പറയാൻ വയ്യ. തത്തുല്യരായവരോട് സംസാരിക്കുക, അല്ലെ പുറത്താരോടും പറയാൻ പറ്റുമോ? നമ്മുടെ വീട്ടിനകത്ത് ഇങ്ങനെ സാധനം കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ. അർജുനോട് കുറേ ചോദ്യം ചോദിച്ചു, ബാലേട്ടൻ വന്നവൻ ചോദിച്ചു, പിന്നെ അതുപോലെ രാജേഷ്, മണി, പിന്നെ ബിജു, ഇവരോടൊക്കെ എനിക്ക് ചോദ്യങ്ങളേ ഉള്ളൂ. ഇനി എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ള ചെറിയ സില്ലി വഴിയൊന്നുമല്ല പോകേണ്ടത്, ടാസ്ക് തന്നെയാണ്. നമ്മളിതൊരു കാര്യം പറയുമ്പം ഒരു തവണ ഓഡിയൻസ് ഉണ്ടാവും, രണ്ടാം തവണ ഉണ്ടാവും, പിന്നെ ഓഡിയൻസ് കുറയും. കാരണം ആക്ഷൻ ലെവലിൽ വർക്ക് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. ഒരു മാറ്റം പ്രസ്ഥാനത്തിൽ വരുത്താതെ ഇനി ഇത് മുന്നോട്ടൊരു ഗതിയില്ല. കാരണം പലപ്പോഴും ഒരു നന്മ വളരാൻ ഒരുപാട് സമയവും തിന്മ വളരെ പെട്ടെന്ന് വളരുന്നു നമുക്ക് കാണാം, അല്ലേ? ഇനി അതിപ്പോൾ ഡ്രഗ്സ് ആയാൽ പോലും വല്ലാത്ത രീതിയിൽ വ്യാപിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ചീത്തത് നല്ലൊരു സാധനം നിങ്ങളിവിടെ നല്ല ശരീരത്തിന് നല്ലൊരു ടോണിക് ഇവിടെ വിറ്റോ കാര്യം വാങ്ങാൻ വരുമോ? ഇല്ല. നിങ്ങളൊരു ഡോസ് കഴിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു ലോകം കാണാൻ, അത് വാങ്ങാനൊക്കെ ആൾക്കാർ തിരക്കുണ്ടാവുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കാമ്പുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം നമ്മൾ. അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു, അല്ലേ? ശാന്തിഗിരിയിൽ നിന്ന് ഒരുപാട് കേട്ടു. പക്ഷേ മുന്നേ പ്രസംഗിച്ച് കേട്ട് മനസ്സിന്ന് മായാതെ നിൽക്കുന്ന പ്രസംഗമൊക്കെ ഉണ്ട്, ജ്യോതിർമയ സ്വാമിയുടെ പ്രസംഗമൊക്കെ. ഇപ്പോഴും ആ പ്രസംഗം നൽകുന്ന ഒരു സന്നാട്ട, മനസ്സിൽ നൽകുന്ന ഒരു ശൂന്യതയിൽ നിന്നും ഒരു സാധനം ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ നിശബ്ദ. പലപ്പോഴും ചിലപ്പം മെൻസസ് ആണെങ്കിൽ പ്രസംഗം കേൾക്കാൻ വരാൻ പറ്റുമല്ലോ, അങ്ങനെയായിരുന്നല്ലോ പണ്ടൊക്കെ. ഹസ്ബൻഡ് കേട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാതിരിക്കും, വൈകുന്നേരം 12 വരെ നളന്തയിൽ ടോക്ക് കഴിഞ്ഞ് ഇദ്ദേഹം വന്ന് ഈ പ്രസംഗം മുഴുവൻ പറഞ്ഞു. അതിങ്ങനെ കേട്ടിരിക്കും, വല്ലാത്തൊരു ഉഷാറാ തോന്നുക, ഭയങ്കര എനർജി ഫീൽ ചെയ്യും. എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്തൊക്കെ നേടിയിരുന്നോ അതിലുള്ള നന്മകളിൽ നേടിയ എനർജി മാത്രം അപ്പം എൻ്റെ ഉള്ളിലുള്ളത്, ആ ഒരു എനർജി മാത്രം. എടുത്തെറിയാൻ പറ്റാത്ത കുറേ ചിന്തകളും മനസ്സിൽ. അപ്പോൾ എനിക്ക് ടൈം എന്നത് വളരെ കുറവാണ്. പക്ഷേ ഇവർ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് വളരെ സീരിയസ് ആയി തന്നെ ആലോചിച്ച് വളരെ സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവാം. സൂക്ഷിക്കാതെ പോയിക്കൂടാ. ഇനി അതിന് വേണേ ജ്യോതിശാസ്ത്രത്തിനെ പിടിക്കണേ അത് പിടിക്കണം. നമ്മളെ പടികൾ തെറ്റിപ്പോയിക്കൂടാ. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് പാഴായി പോയിക്കൂടാ. ഏത് വഴിയിലായാലും ശരിയായ മാർഗത്തിൽ പോയി ശരിയായ സമയത്തിറങ്ങി ചെയ്യേണ്ടത് ചെയ്യണം. ശക്തമായ പിൻനിര ഉണ്ടാവുകയും വേണം. ഏതായാലും വല്ലാത്ത ഒരു സങ്കടമാണ് ഇത്ര വലിയൊരു മഹാപ്രസ്ഥാനത്തിൻ്റെ അടിത്തറകൾ ഇളകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൂട്ടി രാക്ഷസന്മാരായി മാറുന്ന മനുഷ്യരെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത വേദനയാണ്. ഈ പറയുന്നത് ഞാൻ ഇവിടെ നിർത്തുന്നു. ഇതിനെക്കുറിച്ച് നിർദ്ദേശം ഇനി ഞാൻ ഗുരുവിനെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഗുരു എനിക്ക് എന്തായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. മനസ്സിൽ നിന്നും ഇരുട്ട് ദൂരേക്ക് മാറ്റുന്ന ആളാണ് ഗുരു, അഥവാ നമുക്ക് പ്രകാശം നിറയ്ക്കുന്ന ആളാണ് ഗുരു. ചെറിയ കാലം മുതൽ തന്നെ വല്ലാതെ ഭയവും ഒറ്റപ്പെടലും ഭയങ്കര ഒരു ചമ്മലൊക്കെ ആയിരുന്നു എനിക്ക് കുഞ്ഞാവുമ്പോൾ. അതിൽ നിന്നെല്ലാം മാറ്റി വളരെ ധൈര്യത്തോടു കൂടി നെഞ്ചു വിരിച്ച് നിൽക്കാനും സംസാരിക്കാനും എൻ്റെ ഉള്ളിലുള്ള പ്രകാശത്തിനെ എനിക്ക് തിരിച്ചറിയാനും കഴിഞ്ഞിരുന്നു. ദർശനങ്ങളും ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ എവിടെ പറയണമെന്ന് അറിയാത്തതുകൊണ്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞാലും കേൾക്കേണ്ടവൻ കേൾക്കാതെ മൈൻഡ് ചെയ്യാതെ വിടും. ചിലരുടെ ദർശനങ്ങൾ മാത്രം കേൾക്കും. ഇത്തരം വിവേചനങ്ങളൊക്കെ കാണുമ്പോൾ ഈ ദർശനം അബദ്ധമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങി മനസ്സിൽ. ഇപ്പോഴില്ല ഞാൻ പറയുന്നില്ല, പക്ഷെ ആ തരത്തിലുള്ള ദർശനങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ വരാനുള്ള അവസ്ഥകളെക്കുറിച്ചോ ഒക്കെ ആയിരിക്കാം സൂചന. ശാന്തിരിയിലായിരുന്നപ്പോൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചിന്തകൾ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഏതായാലും വളരെ തെളിഞ്ഞ വളരെ ശക്തിയുള്ള ഒരു ഗുരുവിൻ്റെ അനുയായികളാണ് നമ്മൾ.
ഇടക്കാലത്ത് ശിഷ്യൻ ഗുരുവിനേക്കാൾ വലുതായി ഗുരുവിനെ നശിപ്പിക്കുന്ന പടികളിൽ എത്തിയപ്പോൾ ഗുരുവിനെ അമർത്തി വെച്ചതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇനി നമ്മൾ ആ സ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത്, ശാന്തിഗിരിയുടെ അധികാര തലത്തേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്രയേ ഉള്ളൂ, നിറങ്ങളോ ജാതിയോ രൂപമോ ഭാഷയോ ഒന്നും നമ്മളെ അതിർത്തി തിരിക്കാൻ പാടില്ല. സമത്വമായിരിക്കണം നമ്മുടെ ചിന്ത. ഗുരു ഉദ്ദേശിക്കുന്നതും അത് തന്നെ. സമത്വമില്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന സമൂഹത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പലപ്പോഴും ശാസ്ത്രലോകത്തിനെ വെല്ലുന്ന ചിന്തകളായിരുന്നു ഗുരുചിന്തകളിൽ വന്നത്. ഗുരുവിശ്വാസിയെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഗുരുവിൻ്റെ 2 പ്രഭാഷണങ്ങൾ കേട്ടാൽ തന്നെ അവൻ്റെ ആത്മാവ് ഉണരുകയും അവൻ്റെ ജീവിതം, വ്യക്തി ജീവിതം, ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം എന്ന് വേണ്ട മരണം വരെ, മരണാന്തര യാത്ര വരെ സഞ്ചരിക്കുന്ന ഒരു ഫിലോസഫിയാണ് നമ്മുടേത്. കുഞ്ഞാവുമ്പോൾ ഞാൻ കബീർദാസിൻ്റെ വിശ്വാസിയായിരുന്നു. അവിടെ നിന്നാണ് കബീർ പറയുന്ന ഗുരു എന്താണെന്ന് ചോദിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ശാന്തിഗിരിയിലെ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് എത്തിച്ചേർന്നത്. അവിടെ നിന്നുമാണ് എനിക്ക് മനസ്സിലായത് ഗുരു ആത്മാവിൽ എങ്ങനെയാണ് വസിക്കുന്നതെന്ന്. കബീർദാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഗുരു ഗോവിന്ദ് ദോവും ഖെഡേ കാക്കേ ലാഗു പായ് ബലിഹാരി ഗുരു ആപ്നെ ജിൻ ഗോവിന്ദ് ദിയോ ബതായി. ഗുരുവും ഗോവിന്ദനും എൻ്റെ മുന്നിൽ ഒരുമിച്ച് വന്നു നിന്നാൽ ഞാൻ ആദ്യം വന്ദിക്കുക എൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളാണ്. കബീർ പറയണേ, ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ എനിക്ക് ദൈവം എന്താണെന്ന് കാണിച്ചു തന്നത് എൻ്റെ ഗുരുനാഥനാണ്. ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ അമ്മയെ ഇങ്ങനെ അമ്മ എന്താ അതിൻ്റെ അർത്ഥം? +1 പഠിക്കുമോ? എന്താ അമ്മ അങ്ങനെ പറയുന്നത്? തെറ്റല്ലേ ദൈവത്തോട് ചെയ്യുന്നത്? ദൈവവും ഗുരുവും നിന്ന ദൈവമല്ലേ വലുത് എന്ന്. അപ്പം അമ്മ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അല്ല, പക്ഷെ അമ്മ ശാന്തിഗിരി ഡിവോട്ടി ഒന്നും ആയിരുന്നില്ല. ഇത് ഞാൻ മനസ്സിൽ വെച്ച് അന്വേഷിച്ചായിരുന്നു ഞാൻ ഗുരുവിൻ്റെ അടുത്ത് എത്തിച്ചേർന്നത്. ദൈവം എന്താണെന്ന് ഉള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ കുട്ടികൾ എന്നോട് സ്കൂളിൽ, ടീച്ചർ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ടീച്ചർ നിങ്ങൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ടീച്ചറെ നിങ്ങൾ ഭൂതത്തിനെ എന്താ ടീച്ചറെ ബ്രഹ്മരക്ഷസ്? ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കും. ഇതിനൊക്കെ എൻ്റെ അടുത്ത് ഉത്തരങ്ങളുണ്ട്. ഒരുപക്ഷെ ഏത് ചോദ്യത്തിനും ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആത്മീയ തലത്തിൽ എന്നെ ഉയർത്താൻ എൻ്റെ ഗുരുനാഥൻ വഹിച്ച ഒരു പങ്ക് വളരെ വലുതാണ്. എന്നെ കൈപിടിച്ച് എൻ്റെ ചെറുവിരലിൽ പിടിച്ച് എന്നെ ഉയർത്തിയത് എൻ്റെ ഗുരുവാണ്. ഇന്ന് ഞാൻ നിന്ന് സംസാരിക്കുന്ന ഏത് തട്ടകത്തിലും ആത്മാവിൻ്റെ അഭിവ്യക്തിയും ആത്മാവിൻ്റെ കർമ്മപദവും തീരുമാനിക്കാൻ മാത്രം ശേഷി നൽകിയതും ആത്മീയതയിലുള്ള എൻ്റെ ജീവിത സഞ്ചാരവും മുൻജന്മവും ഈ ജന്മവും വരും ജന്മവും എനിക്ക് കാണിച്ചു തന്നതും സഞ്ചാരപാതകൾ തിട്ടപ്പെടുത്തിയതും എൻ്റെ ഗുരുനാഥനാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിനെ നമ്മൾ മനസ്സിൽ മുറുകെ പിടിക്കണം, ഊണിലും ഉറക്കത്തിലും. 10 വർഷം ഞാൻ വിട്ടുനിന്ന സമയത്തും പലപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസത്തിനെ മാറ്റാൻ ഞാൻ അറിയാതെ, എനിക്കൊരു ഷെൽട്ടർ അത്യാവശ്യമായിരുന്നു, അത്ര നിർണായക ഘട്ടത്തിലായിരുന്നു. അപ്പോഴൊക്കെയും ഞാൻ അമ്പലത്തിലടക്കം പോയ സമയത്തും പ്രാർത്ഥിക്കുന്ന ഗുരുവിനെയാവും. ആദ്യം ഗുരുവിൻ്റെ നാമം, അഖണ്ഡനാമം ചെല്ലാൻ തുടങ്ങും. ആത്മാവെന്ന് പോലും അത് മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അത്ര മനസ്സിൽ ഞാൻ ആ ചിന്തകൾ നൽകിയിരുന്നു. ഇപ്പോഴും കൈകൂപ്പും, പക്ഷേ ഗുരു എൻ്റെ ഉള്ളിൽ വരും. ഇത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞു പോയിരുന്ന കാലഘട്ടം, ഇത് എന്നെ നോക്കി കൊഞ്ഞനം കുത്താൻ തുടങ്ങിയ സംഭവം ഞാൻ വല്ലാതെ വേദനിച്ചിരുന്നു. ഗുരുവിനെ മുറുകെ പിടിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. തെറ്റിപ്പോയ പ്രാർത്ഥനകൾ തിരുത്തുക, സങ്കല്പങ്ങൾ തിരുത്തുക, ഇതൊക്കെ വലിയ വിഷയമാണ്. കാലിന്മേൽ തലനാര് ചുറ്റിയ കോഴിയുടെ അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക്. ഏത് ശരിയെന്നറിയില്ല, എങ്ങനെ നമ്മുടെ തലനാര് കുരുക്കഴിക്കണം എന്നറിയില്ല. നമ്മുടെ വളർച്ച, ജീവിത വളർച്ച തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. പോകുന്ന വഴി തെറ്റാണെന്ന് തോന്നി ഒരു കൂട്ടം ആളുകൾ നയിച്ച വഴിയിലൂടെ നമ്മൾ നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മുന്നോട്ടുള്ള പ്രയാണം ആകുലതകൾ മാത്രമാണ്. എങ്ങനെയാണ് ഇത്ര വലിയൊരു സിംഹാസനത്തിൻ്റെ കാലുകൾ ഇളക്കുക? വലിയൊരു വിഷയമല്ലേത്? രാവും പകലും ഉറക്കൊഴിഞ്ഞ് രക്തസാക്ഷികളടക്കം മുന്നിൽ സഞ്ചരിക്കേണ്ട ഒരു ചുറ്റുപാടിലാണ് നമ്മൾ നിൽക്കുന്നത്. ചെറിയൊരു ടാസ്ക് അല്ല,
അത്രമാത്രം ക്രുക്കഡും കാൽക്കുലേറ്റഡും റിസൾട്ട് ഓറിയൻറ്റഡുമായ പ്രവർത്തനമാണ് അവിടെ നടത്തി കഴിഞ്ഞിരിക്കുന്നത്. ആശ്രമമുറ്റത്ത് ഗുരു നടന്ന പൂഴി മുഴുവൻ വാരി കളഞ്ഞ് അവിടെ മറ്റു പലതും നിരത്തിയപ്പോൾ തന്നെ നമുക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അന്ന് എതിർത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പോഴും വിചാരിച്ച് നമ്മൾ അത് സാരല്ല, കട്ടേൻ്റെ മേലെ കൂടി നടക്കുക, വീട്ടിൽ കട്ടയല്ലേ. ആ പൂഴി പോകുന്നതോടുകൂടി നാം നിൽക്കുന്ന കാൽച്ചോട്ടിലെ പൂഴിയാണ് കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചറിയാൻ വിവരമില്ലാത്ത ഒരു പക്ഷേ, കഴുതയെ വിവരമില്ല എന്ന് പറയാൻ പാടില്ല എന്നപ്പം അന്താരാഷ്ട്ര കണക്കുകൾ. അതിലും മോശമാണ് നമ്മളെ സ്ഥിതി. ആ പൂഴി പോയപ്പോൾ വെച്ചാൽ കട്ടയം കൂടി നടക്കുക, കാലിൽ ചളിയാവുമല്ലോ എന്ന്. പക്ഷേ കാലിൽ ചളിയാവുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത് അല്ലേ. അപ്പോൾ നമുക്ക് കഴുകണം എന്നറിയാം അല്ലേ. ചളി, താമര ആ ചളിയിലല്ലേ വളരുന്നത്, താമരയുടെ മേലെ ചളിയുണ്ടോ? ഇല്ല. അതുകൊണ്ട് എവിടെ എതിർക്കണം എന്നുള്ളത് കൃത്യമായി കാൽക്കുലേറ്റഡ് ആയിരിക്കണം. കേരളം മുഴുവൻ ഇങ്ങനെ ഒരു ഗുരുപ്രകാശ സഭ, ഗുരുമാർഗം പ്രകാശ സഭ ഉണ്ടെങ്കിൽ ആ പ്രകാശ സഭയുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് ഒന്നാക്കിയാൽ മാത്രമേ നമുക്ക് വിജയം കാണാൻ കഴിയൂ. അല്ലെങ്കിൽ വിജയം കാണാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരും. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഗുരു സത്യമാണ്, അഥവാ സത്യമാണ് ഗുരു. ഗുരു പ്രകാശമാണ്. പ്രകാശം അറിവാണ്. അറിവ് വഴികാട്ടിയാണ്. പക്ഷേ ഈ കാണിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ സഞ്ചരിക്കാനുള്ളൊരു ആർജവം നമുക്ക് വേണം. ആർജവം എവിടുന്ന് കിട്ടും? ഞാൻ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് ആദ്യം പറഞ്ഞ കാര്യം, ഒരു കുട്ടി ഗർഭപാത്രത്തിൽ വളരുന്ന ആ കാലഘട്ടം, ഒരു പക്ഷേ ബീജദാനം മുതൽ തന്നെ ഒരു കുട്ടി എന്താവണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ആ തീരുമാനം അനുസരിച്ചായിരുന്നു നമ്മുടെ കുട്ടികളെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. എവിടെ വെച്ചോ തെറ്റിപ്പോയി. അത്തരം കുട്ടികളുടെ അറിവുകളും വേറെയാണ്. ഇനി നമ്മളൊരു ഫിലോസഫി പുതിയതായിട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പഴയ ഫിലോസഫി ബ്രഷ് ചെയ്ത് നമ്മൾ എടുക്കണം. കാരണം അതിൻ്റെ മേലെ പലതും വെച്ച് കെട്ടി. ഇപ്പം നമ്മുടെ അഖണ്ഡനാമത്തിൽ തന്നെ 3-ാമത്തെ വരി എഴുതി ചേർത്തിയ പോലെ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഇതിനകത്ത് ചേർത്തി. അതായത് ഒരു കുട്ടി ജനിച്ച് ഗുരുവിൻ്റെ പ്രകാശത്തിൽ ജനിച്ച്, അഥവാ ബീജദാനം പോലും അങ്ങനെ ഒരു ഘട്ടത്തിൽ നടത്തി, ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഒരു ചടങ്ങിലൂടെ ഇതിൻ്റെ ആത്മാവിനെ കെട്ടാൻ പറ്റും. ഉയരാൻ പറ്റാതെയായി പോവാം. ചിറകുകളിലെ എല്ലാ തൂവലുകളും പറിച്ചു കളയുക. അതുപോരാ, ഇത് പുണ്യമില്ല, അത് നന്മയില്ല, അത് അങ്ങനെ എങ്ങനെ. എന്ത് പുണ്യമില്ല, നന്മയില്ല? ചില ആളുകൾക്ക് മാത്രം ഇങ്ങനെ. അപ്പം ഈ ചിന്തകളൊക്കെ നമ്മൾ ബ്രഷ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കണം. ഇനിയൊരു അധൂരയായി ഇത് പോകാൻ പറ്റില്ല പ്രസ്ഥാനം. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളാണ്. കാരണം ആളുകളെല്ലാം അസ്വസ്ഥരാണ്, എല്ലാവരും പെയിൻഫുള്ളായ സിറ്റുവേഷനിലൂടെ പോവാണ്. ജസ്റ്റ് ഇതൊരു ട്രോമയായിരുന്നു ഈ വർഷങ്ങൾ നമ്മുടെ മുന്നിൽ. പ്രസ്ഥാനം തകർന്നു വീഴുമ്പോൾ വല്ലപ്പോഴും മാസത്തിൽ അവിടെ ഓടിയെത്തുമ്പോൾ, ട്രെയിനിൻ്റെ പൈസയും ചെലവിൻ്റെ പൈസയും ഒക്കെയുമായി നമ്മൾ തിരുവനന്തപുരത്ത് ഓടിയെത്തുമ്പോൾ തിരിച്ചു വരുമ്പോൾ കൈ ശൂന്യമായി വരുന്നൊരവസ്ഥ ഉണ്ട് അല്ലേ. അതൊരു ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ ഒരു 3-4 സാധനമൊക്കെ തിരുവനന്തപുരത്ത് അനുഭവിച്ചു. ഇനി കോഴിക്കോട്ട് ആശ്രമം വന്നാൽ നിങ്ങൾക്ക് സ്വർഗമാണ്. അപ്പം എനിക്ക് രാവിലെ പോയി പ്രാർത്ഥിക്കാം, വൈകുന്നേരം പോവാം. ആ വൈകുന്നേരം രാവിലെയൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഈ ഒരു താടകേശ്വരനെ പോലത്തെ ഓരോ മനുഷ്യരിങ്ങനെ നിൽക്കുക. കയറാൻ പറ്റൂല, പുണ്യമില്ല, നന്മയില്ല, കർമ്മമില്ല, തിന്നണ്ട, കുടിക്കണ്ട. തിന്നാനൊന്നും ആരും പോകുന്നല്ല കേട്ടോ. തിന്നാനും കുടിക്കാനൊക്കെ ഇഷ്ടമല്ലോ, വേണ്ടാത്ത തകരകളുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കാറിൽ ഒരു വലിയ ചെമ്പ് നിറയാൻ നെയ്ച്ചോറ് ഒക്കെ ഒരാൾക്ക് കൊടുത്തു വരിക. നമുക്കതൊന്നും വേണ്ട. ആവശ്യങ്ങൾ വളരെ കുറവാണ് ഭക്ഷണത്തിനെ സംബന്ധിച്ച്. അപ്പോൾ തിന്നാനില്ലാത്തവരൊന്നല്ല ശാന്തിഗിരിയിൽ വരുന്നത്. അപ്പോൾ ഈ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി എല്ലാവരും ഒറ്റ ചരടിൽ കോർത്ത് പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ടാസ്ക്കാണ്. അർജുൻ്റെ ജീവിതം മുഴുവൻ അതിലങ്ങ് തീരും. എളുപ്പമൊന്നുമല്ല. ബിജുവിനെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. ബിജുവിനെ എന്നും ഒന്നിലെയും കാണുന്നതല്ല, കൊല്ലങ്ങളായി കാണുന്ന. എത്രമാത്രം ക്ഷീണിച്ചു. എപ്പോഴും പ്രകാശമുള്ളൊരു മുഖമായിരുന്നു. അവൻ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു 10 ആൾ ഈ റൂമിലെത്താനുള്ള എനിക്ക് മനസ്സിലായി. അത്ര തിരക്കുള്ള എന്നെ ഇവരിവിടെ പിടിച്ചിവിടെ എത്തിച്ചെങ്കിൽ അവിടെ ഓരോരുത്തരോടും അവൻ എത്ര സംസാരിക്കുന്നുണ്ടാവും, ഇവരെത്ര സംസാരിക്കുന്നുണ്ടാവും. രാജേഷ്, മണി, സാറിൻ്റെ പേര് ഷിബു അല്ലേ? ഷിബിൻ. ഷിബിൻ, ഇവരെല്ലാം പിന്നാലെ വരികയായിരുന്നു. എന്തായാലും അവരെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാതെ വയ്യ. ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ നമുക്ക് വേണ്ടിയാണ്.
എൻ്റെ ഉള്ളിലുള്ള വേദനയെക്കാളും 10 ഇരട്ടി അവരുടെ ഉള്ളിൽ വേദന ഉള്ളതുകൊണ്ടാണ് അവരെന്ത് ചെയ്ത് വഴി ശരിയല്ല എന്നുള്ളത് അവർ തീരുമാനിച്ചു. ഞാൻ എന്ത് ചെയ്തു? കല്ല് കണ്ട മെല്ലെ കൈക്കോട്ട് എടുത്ത് വെച്ച് പിന്നെ കൊത്തായി അരിച്ചു. അവരെന്ത് ചെയ്തു? കൈക്കോട്ട് എടുത്ത് പണി തുടങ്ങിയോണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ എളുപ്പമൊന്നുമല്ല. അവരെ കൈകൾക്കും മനസ്സിനൊക്കെ ശക്തി ഉണ്ടാവട്ടെ. ഏതായാലും ആത്മതത്വം ഒരിക്കലും തെറ്റല്ല, ആത്മതത്വം ശരിയാണ്. ഞാൻ എന്തുകൊണ്ട് ഗുരുവിനെ വിശ്വസിച്ചു തുടങ്ങി എന്നുള്ളത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏതെല്ലാം വഴികളിലൂടെ നടന്നു, വിജയം, ഒരു സാധനം കിട്ടുക, വിജയിക്കുക എന്നതിലുപരി ആ വിജയത്തിൻ്റെ അഥവാ വിജയം നമ്മൾ അനലൈസ് ചെയ്യണം. പരാജയം അനലൈസ് ചെയ്യുമ്പോൾ അത് നമുക്ക് വേദന ഇല്ലാതാവണമെങ്കിൽ പരാജയത്തിൻ്റെ പിന്നിലുള്ള സൈക്കോളജി, ഫിലോസഫി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരാജയത്തിൽ വേദന ഉണ്ടാവില്ല. അങ്ങനെ ഒരു അറിയലിലേക്ക് എൻ്റെ മനസ്സിനെ എത്തിച്ചത് ഗുരുവാണ്. അവിടെ വെച്ച് തളർച്ചയില്ലായിരുന്നു. തെറ്റിയത് തിരുത്തി മുന്നോട്ട് പോവാൻ ആത്മശക്തിയെ ആവാഹിച്ച് പ്രാർത്ഥിച്ച് സാധന ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ഇരുട്ടിൽ എനിക്ക് ഭയമില്ലാതെയാക്കിയ എൻ്റെ ഗുരുവാണ്. ഏത് പാതിരിക്കും എവിടെയും സഞ്ചരിക്കാം, എനിക്ക് ഭയമില്ല. ഞാൻ ശ്മശാനത്ത് പോയാലും എനിക്ക് ഭയമില്ല. നെഗറ്റീവ് എനർജി നമ്മുടെ അടുത്ത് വരില്ല. ആ രീതിയിൽ ശക്തി ഗുരു നമ്മുടെ ഉള്ളിൽ നിറയ്ക്കും. ഗുരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ബാഹ്യമായി ഗുരു പറയാൻ വെള്ളി ധരിക്കാനാണേ. അന്നു മുതലേയുള്ള ശീലങ്ങളാണ്. വെള്ളി തന്നെയാണ് ധരിക്കുക. സ്വർണം എവിടെയെങ്കിലും കമ്മലൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ വെള്ളി തന്നെയാണ് അരയിൽ, കാലിൽ, കയ്യിലൊക്കെ തന്നെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണ്. പക്ഷേ നമുക്ക് ഈ മാർക്കറ്റൈസ് ചെയ്യുമ്പം സ്വർണത്തിനാണ് വില കൂടുതൽ, അതിട്ടാലേ എനിക്ക് വില ഉള്ളൂ നമ്മൾ ചിന്തിക്കാം. പക്ഷെ വെള്ളി നൽകുന്ന പ്രൊട്ടക്ഷൻ നെഗറ്റീവ് എനർജിയിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഏത് കുട്ടികളും സ്റ്റുഡൻസിനോടും എൻ്റെ കൂടെ നടക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിങ്ങൾക്ക് വെള്ളിമോതിരം കാണാം, ഞാൻ തന്നെ വാങ്ങിക്കൊടുക്കുന്നതാണ്. എപ്പോഴും ഞാൻ അവരെ കൂടെ ഉണ്ടാവില്ല. അവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം നെഗറ്റീവ് എനർജി. നല്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. കൂടെ നടക്കുന്നവരെ കയ്യിലൊക്കെ ഉണ്ടാവും, കയ്യിലുണ്ടാവും, പിന്നെ അവർക്ക് കഴുത്തിലാവും, പിന്നെ അരയിലാവും, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും എനിക്കത് ആദ്യം ഈ ഒരു എനർജി അതൊക്കെ എന്തെങ്കിലും ആണോ വെച്ചാണ് ഗുരുവിൻ്റെ കാലഘട്ടത്തിലെ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പല രോഗങ്ങളുടെ വിമുക്തിയാണ്. മാത്രമല്ല നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി, ഞെട്ടരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ഇങ്ങനെ വരും. നെഗറ്റീവ് വരിക മീൻസ് ആക്രമിക്കും, നമ്മുടെ ഉള്ളിൽ കയറാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ തടസ്സപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഈ ഗുരുനാമം ചൊല്ലിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. എൻ്റെ ജീവിതാനുഭവത്തിൽ എൻ്റെ ഒരുപാട് സങ്കടങ്ങളിൽ, എൻ്റെ വിഷമങ്ങളിൽ, എൻ്റെ ശരികളിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ തിരുത്തിയത് എൻ്റെ ഗുരുനാഥനാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഗുരുനാഥനെ എൻ്റെ ജീവനാഡിയായി, എൻ്റെ ആത്മാവിൻ്റെ അഭിവ്യക്തിയായി ഞാൻ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നും അങ്ങനെ വേണം എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രസ്ഥാനമോ പ്രസ്ഥാനത്തിൻ്റെ ആളുകളോ അരങ്ങൊഴിഞ്ഞ് പോയി കഴിഞ്ഞാലും എൻ്റെ മനസ്സിലെ എൻ്റെ ഗുരുവിനോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും സംഭവിക്കാതെ സൂക്ഷിക്കാനുള്ള ഒരു കരുത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. ഒരു കാലം വരും, അന്ന് ഇത് ലോകത്ത് പരക്കും. ആ സമയം വരെ എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാനാണ് എൻ്റെ തീരുമാനം. എനിക്കിവിടെ സംസാരിക്കാൻ അവസരം തന്ന അർജുൻ, രാജേഷ്, അവരൊക്കെ ഗുരുവിൻ്റെ പ്രതിനിധികളാണ്. എൻ്റെ ഗുരുനാഥൻ ഇങ്ങനെയൊരു അവസരത്തിൽ ഈ ശുഷ്കമായ വേദി കാണുമ്പോൾ വല്ലാത്ത വേദനയും, പറയാൻ ഒരുപാട് കാര്യങ്ങളാണ്. എല്ലാവരും ആരാണെന്ന് പോലും അറിയില്ല. നിങ്ങളുടെ ലെവൽ എന്ത്, ചിന്ത എന്ത്, നിങ്ങൾ എന്ത് മനസ്സിലാക്കും എന്നെക്കുറിച്ച് അറിയില്ല. ഒരുപാട് കാര്യം പറയാനുണ്ട്. ആത്മീയ പ്രഭാഷണത്തിന് പോയി ഞാൻ ഇത്ര മാത്രമല്ല പറയുക. ഇപ്പം ഞാനൊരു ചോദ്യചിഹ്നത്തിൻ്റെ മുന്നിലാണ്. എം ഐ കറക്റ്റ് ഓർ നോട്ട്? ഈ ഒരു ചോദ്യം എന്നെ ഹോണ്ട് ചെയ്യുന്നു. കറക്റ്റ് ആവണമെങ്കിൽ ഞാൻ ഇവരോട് പറഞ്ഞു തകർത്തെറിയ. അവിടെ ഒന്നുമില്ല, ബിൽഡിങ്ങുകളിലൊന്നുമില്ല ഗുരു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനകത്തുണ്ടെന്ന്? ഇല്ലടോ, അതിനകത്തൊന്നുമില്ല. പുറത്തു പോയി ഞാൻ നോക്കുമ്പോണ്ടല്ലോ, എനിക്കിപ്പോൾ ഒരു ടൂറിസ്റ്റ്, ഞാൻ ഈ അടുത്തും പോയി, ഇവരൊക്കെ പോയി ഭീമാപ്പള്ളി അവരൊക്കെ വിസിറ്റ് ചെയ്തു. ഭീമാപ്പള്ളി കാണാൻ ഗുരു ഉള്ള സമയത്ത് ദർശനത്തിൽ വന്നതാണ്. പക്ഷെ ഭീമാപ്പള്ളി പോയത് ഒരു 3 മാസം മുന്നല്ലേ അജു പോയത് നമ്മൾ ഭീമയിൽ. ഞാൻ അന്ന് ഈ കുട്ടിയെ പരിചയപ്പെട്ട ഇവൻ മുസ്ലിമാണ്. അപ്പോൾ അവനോട് ഞാൻ പറയുന്നുണ്ട്, അജു ഒന്ന് എനിക്ക് ഭീമാപ്പള്ളി പോകണം, ഗുരു ഉള്ള സമയത്ത് പറഞ്ഞാൽ. ഞാൻ അവിടെ പോയി പറഞ്ഞപ്പോൾ അവർക്ക് എന്താ കാര്യം, ഭീമാപ്പള്ളി പോയി അവരോട് സംസാരിച്ചു, അവർക്ക് മനസ്സിലായി. അവർ ഭീമേനെ കാണിച്ചു. അവരെ മാത്രമില്ലാത്ത ഒരാൾക്ക് ഭീമേനെ കാണിക്കില്ല. അവരെന്തൊക്കെയോ ഇവനോട് എന്തൊക്കെയോ പറഞ്ഞു. അവർ ഇത് സാധാരണ ആളല്ല, ഇവർക്ക് അങ്ങനെ ദർശനം കിട്ടിയെന്ന് അവർ ഭീമേനെ കാണിച്ചു തന്നു. ഭീമേൻ്റെ അടുത്ത് പോയി ഞാൻ വിളക്ക് വെച്ച് പോന്നു. ഗുരു ഉള്ള സമയത്ത് ദർശനത്തിൽ കിട്ടിയ ഭീമ ആരാന്ന്. അപ്പം എന്നിട്ട് ഞാൻ ആ കഥയ്ക്ക് ഇവർക്ക് പറഞ്ഞു കൊടുത്തു, ഭീമ ആരാ, ഗുരുവായിട്ട് എന്താ ഭീമയ്ക്ക് ബന്ധമെന്ന്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ഗുരു നമുക്ക് കാണിച്ചു തരലുണ്ട്.
പക്ഷേ ഇടക്കാലത്ത് വന്ന രാക്ഷസൻ എനിക്ക് തോന്നുന്നു ദുർമന്ത്രവാദമൊക്കെ ആയിരിക്കും. അതാണെങ്കിൽ ശക്തരാവും കേട്ടോ. സിനിമാ ഫീൽഡിലൊക്കെ ദുർമന്ത്രവാദമല്ലേ, അതുപോലെ എന്തൊക്കെയോ ദുർമന്ത്രവാദങ്ങളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മളെ പ്രാർത്ഥന ശക്തിപ്പെടുത്തണം, കർമ്മങ്ങൾ കൃത്യം കാൽക്കുലേറ്റ് ആയിരിക്കണം. ആ ബിൽഡിംഗ് ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ബിൽഡിംഗ് കാണുമ്പം, അല്ലെങ്കിൽ സാരണമന്ത്രിയുടെ മുന്നിൽ നിൽക്കുമ്പം കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും, രോമ കുടുംബിക്കും. ഒരു പ്രവർത്തനവുമില്ല ബോഡിയിൽ. ഇറ്റ്സ് ജസ്റ്റ് എ ബിൽഡിംഗ്. അത് മാത്രം. ആ വലിയ ഇതൊക്കെ കാണുമ്പോൾ ഒന്നും തോന്നില്ല. അപ്പോഴും ഞാൻ വിചാരിക്കാം നമ്മളെപ്പോലെ പാവപ്പെട്ടവനെ പോലെ മാറിപ്പോയ നമ്മുടെ ഗുരുനാഥൻ. രാക്ഷസന്മാരാണെങ്കിൽ ഞാൻ മാറാന്ന് കരുതിയോ എനിക്കറിയില്ല. പ്രസ്ഥാനം വീണ്ടും അടിത്തറവൽ കെട്ടിപ്പടുക്കണം. അതിനുള്ള ധൈര്യം അവർക്കുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ മാർഗത്തിൽ ഇപ്പം ഐ എം നോട്ട് ഓൺലി എ ടീച്ചർ, പോലീസ്, ട്രാൻസ്ലേറ്റർ, കേസ്. എനിക്ക് ഭയങ്കര ധൈര്യമുണ്ട് കേട്ടോ. ധൈര്യമില്ലാത്ത ആളൊന്നുമല്ല ഞാൻ. അസാധാരണ ധൈര്യങ്ങൾ ഞെട്ടിപ്പോവും. കാരണം എന്തുകൊണ്ട് പേടിയില്ല എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ പറയാൻ പറ്റൂല. കൈപിടിച്ച് എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ്. ഈ പ്രായം മുതൽ രാജേഷിൻ്റെ ഞാൻ പറഞ്ഞ കൈക്കുഞ്ഞായ മകളുമായി എൻ്റെ വിശ്വാസം ശരിയാണ്. കുട്ടിയാവുമ്പം ഗുരുവിൽ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയ ആളാണ് ഞാൻ. കുട്ടിയാവുമ്പം 17-18 വയസ്സിൽ അച്ഛനമ്മ വിശ്വാസിയല്ല, ആരുമില്ല. 4 വീട് അപ്പുറത്തുള്ള രവിയേട്ടൻ ടെലിഫോൺസിൽ അവരാ എൻ്റെ ഒരു ദിശാദീപം. സംശയമുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് വരുമ്പോൾ അവിടെ പോകുന്നൊരു മതിൽ ചാടി ഇപ്പുറത്ത് വരും അമ്മയും അച്ഛനും വരുമ്പോഴേക്കും. അങ്ങനെ ഗുരു വേങ്ങേരി വരുന്ന ഗുരുവിനെ കാണാൻ പോകുന്നു. അവിടെ വെച്ച് ഹേമേച്ചിയെ പരിചയപ്പെടുന്നു. എന്നും കോളേജ് വിട്ട് വരുമ്പം നമ്മളെ ദേവേട്ടൻ്റെ പെങ്ങള് ഹേമേച്ചീൻ്റെ അടുത്ത് പോയിട്ട് ഒരു 10 ചോദ്യം എഴുതണം കോളേജിൽ. ഇതിനൊക്കെ മറുപടി വാങ്ങും. അങ്ങനെ ഗുരു എത്രയോ ദൂരം, ഞാൻ ഗുരുവിന് കത്തെഴുതും, ഗുരു മറുപടി എഴുതിയ എൻ്റെ അടുത്തുണ്ട്. ഒരുപാട് ജീവികളൊക്കെ എൻ്റെ ചുറ്റും തോളിലൊക്കെ വന്നിരിക്കും കാക്ക. ഞാൻ ഗുരുവിനോട് ഇങ്ങനെ ഓരോ സംശയം ചോദിക്കുക എനിക്ക് കുട്ടിയാകുമ്പോൾ. അങ്ങനെ കല്യാണം ഗുരു ഇച്ചിരി രീതിയിൽ കഴിക്കണം വിചാരിച്ച സമയത്ത് എൻ്റെ വീട്ടിലാരും ശാന്തിരി വിശ്വാസിനെ കഴിക്കുന്നതിന് തയ്യാറല്ല. അപ്പോൾ ഗുരു പറഞ്ഞു, ഹേമേച്ചിനത് പറഞ്ഞയച്ചു, അജിയോട് പറയേ അവളെ വിവാഹം കഴിക്കാനാ. അതിനിടയ്ക്ക് എനിക്ക് സന്യാസം ഭയങ്കര ഇഷ്ടമാണ്. സന്യസിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇവിടെ നമ്മൾ എറണാകുളം ആശ്രമത്തിൽ പോയി, പാലാരി വട്ടം. അവിടുന്ന് സത്യപ്രകാശ സ്വാമി പറഞ്ഞു, അവിടെ എന്നും പോവുമായിരുന്നു. എന്നോട് സന്യാസം ഇപ്പം ആയിട്ടില്ല, വിവാഹത്തിലൂടെ ചെയ്യേണ്ട കർമ്മങ്ങൾ കിടക്കുന്നുണ്ട്, സമൂഹത്തിൽ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യാണ്ട് നിനക്ക്, അതുകൊണ്ട് ആ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് സന്യാസമുണ്ട്, ഇപ്പോൾ തിരിച്ചു പോകണം. അങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര ദർശനമൊക്കെ. അവൻ തിരിച്ചു പോന്നു. പിന്നെ ശാന്തിയിൽ വിശ്വസിച്ച് തുടർന്നു. അങ്ങനെ കല്യാണം അറേഞ്ച് മാരേജാണ്. പക്ഷേ ഗുരു പറഞ്ഞു തന്ന സ്വപ്നത്തിൽ കാണിച്ചു തന്നു ആരാന്ന്. സ്വപ്നത്തിൽ കണ്ടു അയാൾ തന്നെയാണ് പെണ്ണ് കാണാൻ വരുന്നത്. അതുകൊണ്ട് സംസാരമൊന്നുമില്ല, അയാളെ കല്യാണം കഴിക്കുന്നു. ഒരു മാജിക് പോലെയാണ് കല്യാണം. കല്യാണം കഴിഞ്ഞ സമയത്ത് ഗുരു എന്ത് സങ്കല്പം പറഞ്ഞോ അത് ആ സങ്കല്പം അനുസരിച്ചുള്ള ആളാണ് വരുന്നത്. കല്യാണം കഴിഞ്ഞ് ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം വിശ്വാസിയൊന്നുമല്ല, ഞാൻ മാത്രം വിശ്വാസി. ഒരു കൈക്കുഞ്ഞായ സമയത്ത് ടെൻഷനായി. കാരണം ശാന്തിഗിരി വിശ്വാസം വീട്ടിൽ നിന്നൊക്കെ എടുത്തെറിയപ്പെടില്ലേ. വീട് അമ്മ കുറ്റിയടിച്ചേ വേണ്ട, എനിക്ക് സ്വന്തമായി വേണം. ശാന്തിഗിരിന്ന് ഇതൊക്കെയാണ് പറഞ്ഞത് നമുക്ക്. വീട്ടുകാരെ ബന്ധം വേണ്ട, അങ്ങനെ ഇതൊക്കെ പറിച്ച് നട്ട് ഞാൻ എന്ത് ചെയ്തു, ഭർത്താവിന് കൂടെ പോയി. 2 വലിയ വീടും ഒരുപാട് സ്വത്തുണ്ടായി. ഞാൻ വാടകയ്ക്ക് താമസിക്കാം, കുണ്ടുപറമ്പ് പോയിട്ട്. ഭ്രാന്ത് എന്നൊക്കെ പറയാം. കാരണം വീട്ടുകാരെ കൂടെ ഒന്നും നന്മ പോയി പോകും. കുട്ടികൾ അവർ നോക്കും, അവർ നോക്കാൻ പാടില്ല. അമ്മ ടീച്ചർ, അച്ഛൻ മെഡിക്കൽ കോളേജിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ. ഫിർബി അവരെ കൂടെ നിൽക്കാൻ താല്പര്യം വരുന്നില്ല മനസ്സിൽ. അവരെന്നെ ഒന്നും ചെയ്തിട്ടല്ല. എൻ്റെ ഫിലോസഫി എങ്ങനെയാണ്. അങ്ങനെ ഈ കൈക്കുഞ്ഞുമായി ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡ് എൻ്റെ വിശ്വാസം എങ്ങനെയാണെന്ന് അറിയാം. മൂപ്പര് നീ വിശ്വസിച്ചോ, ഞാൻ വേണ്ടറില്ല, ഞാൻ എൻ്റെ തറവാട്ടമ്മൽ എന്നെ നിർബന്ധിക്കൂല, എനിക്ക് മെൻസസ് സാറിന് എന്നെ കൂട്ടാതെ പോകും, അങ്ങനെയൊക്കെ സഹായം ചെയ്തു തരും. അതന്നെ വലിയ കാര്യം. അല്ല അവരെ വീട്ടിൽ നിന്ന് പോയില്ലാതെ വലിയ പ്രശ്നമാവില്ല തറവാട്ടമ്പലത്തിൽ. കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ, ഞാൻ ശാന്തിഗിരി വിശ്വാസിയാണ്, എനിക്കിത് വിടാൻ പറ്റില്ല, ഇത് ശരിയായ മാർഗ്ഗമാണ്, നിങ്ങളുടെ കുട്ടിയാണ്, ഞാൻ ആ വിശ്വാസത്തിലിരുന്നില്ല ആദ്യം, ഞാൻ ആ രീതിയിൽ വളർത്താൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡോട് നോക്കൂ അജി, ഒരിക്കലും ഞാൻ നിൻ്റെ ഫിലോസഫിയിൽ വളർത്തേണ്ടതെന്ന് പറയില്ല. ഞാൻ പട്ടാളത്തിലാണ്, ഞാൻ ഏത് സമയം വരാതെ ആയേക്കാം. അപ്പം കാർഗിൽ യുദ്ധ സമയത്തൊക്കെയാണ്, ഞാൻ തിരിച്ചു വന്നില്ല എന്ന് വരാം. കുട്ടിയെ നീ നിൻ്റെ ഫിലോസഫി അനുസരിച്ച് വളർത്തുക, അതിലൊരു അച്ചടക്കവും കാര്യങ്ങളും ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കാനേ മൂപ്പര് ബാക്കിൽ പാട്ട് വെച്ചിരിക്കും. പിന്നെ ഞാൻ പാട്ടൊന്ന് സൗണ്ട് കുറയ്ക്കുമോ എന്ന് ചോദിക്കും, അത്ര മാത്രമേ ചോദിക്കൂ. പിന്നെ പാട്ട് സൗണ്ട് കുറയാൻ തുടങ്ങി. പിന്നെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കാൻ തുടങ്ങി. 1 മണിക്കൂർ പ്രാർത്ഥനയാണ്. തീരെ അനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണ് വിശ്വാസം ഞാൻ കെട്ടിപ്പടുത്തത്. അങ്ങനെ പിന്നീട് ഒരു 4-5 ഒരു കുഞ്ഞുകൂടി കയ്യിൽ വന്നു. 2 കുട്ടികൾ, ഹസ്ബൻഡ് ആർമി, ജോലി, ഇതിൻ്റെ ഇടയ്ക്ക് വിശ്വാസം, വ്യാഴാഴ്ച പ്രാർത്ഥന, പൗർണമി പ്രാർത്ഥന, എങ്ങനെ ഞാൻ വർഷങ്ങൾ ഒപ്പിച്ചു അറിയില്ല. പക്ഷേ എൻ്റെ കുട്ടികളുടെ മുന്നിൽ ഞാൻ വലിയൊരു ശക്തിദുർഗമായാണ് ഗുരുവിനെ കാണിച്ചത്. എല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ വലുതായി, ഗുരുമൊയ്മേൻ്റെതിന് വേണ്ടി ശനിയാഴ്ച പോയി നിൽക്കൽ, എത്രയ്ക്കോ ഞാൻ കഷ്ടപ്പെട്ടിരുന്നു വിശ്വാസത്തിന് വേണ്ടി. പക്ഷേ ഒരു പ്രത്യേക ഘട്ടം എത്തിയ സമയത്ത് എന്ത് സംഭവിച്ചു, അവിടെ ഒരു ശൂന്യത മാത്രമാണ്.
ഇന്ന് എനിക്ക് മക്കളോട് പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ലാതെയായ പോലെ. കാരണം എന്തിനെ കാണിക്കും? എൻ്റെ വീട്ടിൽ പൂജാമുറിയിലുള്ളത് ശരി, അത് കഴിഞ്ഞ് അതിന് പുറത്തുള്ള വേൾഡിൽ അത് എന്തെന്ന് കാണിക്കാനില്ല. അപ്പോൾ മക്കളെ എന്നെ വേദനിപ്പിക്കാൻ എന്നെ കുത്തി പറയുകയൊന്നുമില്ല. പക്ഷെ എന്ത് നടന്നുള്ളതിൽ ആ മൂല്യച്യുതിയിലെ വേദന എല്ലാവർക്കും ഉണ്ട്, വല്ലാതുണ്ട്. എനിക്കുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നാണക്കേടാ. എൻ്റെ മക്കളുടെ ജീവിതത്തിന് വലിയൊരു സിംഹഭാഗം ഞാൻ നശിപ്പിച്ചു എന്നൊരു തോന്നല. എനിക്ക് ഫിലോസഫിൻ്റെ കൃത്യമായ ആത്മീയ ഫിലോസഫിൻ്റെ വഴികളുണ്ട്. എൻ്റെ മുന്നോട്ടുള്ള ഓരോ വർഷവും ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ മുന്നോട്ട് പോകണത്, ടിൽ മൈ ഡെത്ത്. അങ്ങനെ ആവില്ലല്ലോ ചെറുപ്പക്കാർ. ഏതായാലും മോശമായ വഴിയിലൂടെ എല്ലാം നയിച്ചെന്നുള്ളൊരു സമാധാനം മാത്രമേ എനിക്കുള്ളൂ. ഇനി എങ്ങോട്ട് തിരിയണമെന്ന് അവർ സ്വന്തം തിരിയട്ടെ വിചാരിച്ച് ഞാൻ രണ്ടുപേരെയും കൈവിട്ടു. അവർക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ. മക്കളെ അത് പോണ്ട, ആ അമ്പലത്തിൽ പോണ്ട, ഈ അമ്പലത്തിൽ പോണ്ട എന്ന് പറയാൻ വയ്യ. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പുറത്ത് പിടിച്ചു നിർത്താനൊന്നുമില്ല. മോള് കല്യാണം കഴിച്ചു, മകൻ കല്യാണപ്രായം ആവുകയാണ്. വലിയൊരു കൺഫ്യൂഷനിലാണ് ഉള്ളത്. എനിക്ക് ശരിയാണിത്, എൻ്റെ ശരി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി ആ ഒരു ശരി ലോകത്തിൻ്റെ ശരിയാവണേ ഇനിയും സമയമെടുക്കാം. അതിലേക്കുള്ളൊരു കർമ്മശേഷി നമുക്ക് ഓരോരുത്തർക്കും വരണം. ഞാൻ കഷ്ടപ്പെട്ട പോലെയൊന്നും ഇനി ആയിരിക്കും കഷ്ടപ്പെടാൻ പറ്റുമൊക്കെയാണോടാ. അത്ര കഷ്ടപ്പാടുകളാണ്. കാർഗിൽ യുദ്ധത്തിൽ ഡൽഹിയിലായിരുന്നു. എന്തെല്ലാം അനുഭവിച്ചു എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ശക്തി ദുർഗമായി ഗുരു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കാലം അതിജീവിച്ച് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് 100% ഞാൻ എൻ്റെ ഗുരുവിനോട് കടപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഈ അവസരം ഒരുക്കി എൻ്റെ ഗുരുനാഥനെ മനസ്സിൽ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. സാരേ മപദ സാ സാദാ പമരേ സാ സാരേ മപദ സാ സാദാ പ മപദ പമരേ സരി ദ സാ തീരാത്ത പാപങ്ങൾ തീരുവാൻ നേരായൊരേയൊരു മാർഗം ജ്ഞാനത്തിൻ നെയ്ത്തിരി നാളം തെളിക്കുന്ന ധന്യമാം സൽഗുരുമാർഗം. തീരാത്ത പാപങ്ങൾ തീരുവാൻ നേരായൊരേയൊരു മാർഗം ജ്ഞാനത്തിൻ നെയ്ത്തിരി നാളം തെളിക്കുന്ന ധന്യമാം സൽഗുരുമാർഗം. മണ്ണിലും വിണ്ണിലും സ്വർഗം രചിക്കുന്ന കർമ്മകാണ്ഡങ്ങളിലാകെ മണ്ണിലും വിണ്ണിലും സ്വർഗം രചിക്കുന്ന കർമ്മകാണ്ഡങ്ങളിലാകെ മുന്നിലെ മാർഗന ദീപമോ ഭക്തിതൻ ഉന്നത ഭാവമൊന്നല്ലോ ഉന്നത ഭാവമൊന്നല്ലോ. തീരാത്ത പാപങ്ങൾ തീരുവാൻ നേരായൊരേയൊരു മാർഗം ജ്ഞാനത്തിൻ നെയ്ത്തിരി നാളം തെളിക്കുന്ന ധന്യമാം സൽഗുരുമാർഗം. ജീവനിൽ ചുറ്റിയ കർമ്മഗതികളെ നേരാക്കി നന്മയേറ്റിടാം. ജീവനിൽ ചുറ്റിയ കർമ്മഗതികളെ നേരാക്കി നന്മയേറ്റിടാം. പോരുന്ന മാർഗമതത്രേ ഗുരുമാർഗം പോരുവാനീ വഴി വേഗം പോരുവാനീ വഴി വേഗം. തീരാത്ത പാപങ്ങൾ തീരുവാൻ നേരായൊരേയൊരു മാർഗം ജ്ഞാനത്തിൻ നെയ്ത്തിരി നാളം തെളിക്കുന്ന ധന്യമാം സൽഗുരുമാർഗം ധന്യമാം സൽഗുരുമാർഗം. നിന്റെ നാമമപൂർവമാ ജപമാർഗമിൻ നരേ
കരുണാകരാ നിന്റെ നാമമപൂർവമ ജപമാർഗമിൻ നറിയുന്നു ഞാൻ നിന്റെ തൃക്കഴൽ കുമ്പിടുന്നു ദയാമയ കരുണാകരാ നിന്റെ കാൽകളിണങ്ങുവാനിൻ കൊക്കുമോ പുഴയുന്ന പോൽ നിന്റെ കാൽകളിണങ്ങുവാനിൻ കൊക്കുമോ പുഴയുന്ന പോൽ എൻ്റെ ജീവിതമെന്ന സംശയം ഏറെയാ ഋഷി പൂജിത എൻ്റെ ജീവിതമെന്ന സംശയം ഏറെയാ ഋഷി പൂജിത നിന്റെ നാമമപൂർവമ ജപമാർഗമിൻ നറിയുന്നു ഞാൻ നിന്റെ തൃക്കഴൽ കുമ്പിടുന്നു ദയാമയ കരുണാകരാ എങ്കിലും കൃപ താവിടും തപദൃഷ്ടി എന്നിലണഞ്ഞുവോ എങ്കിലും കൃപ താവിടും തപദൃഷ്ടി എന്നിലണഞ്ഞുവോ നിന്റെ ദൃഷ്ടിയലിഞ്ഞതിൽ ഭവതാപമൊന്നു തണുത്തുവോ നിന്റെ ദൃഷ്ടിയലിഞ്ഞതിൽ ഭവതാപമൊന്നു തണുത്തുവോ നിന്റെ നാമമപൂർവമ ജപമാർഗമിൻ നറിയുന്നു ഞാൻ നിന്റെ തൃക്കഴൽ കുമ്പിടുന്നു ദയാമയ കരുണാകരാ മൃത്യുവിൻ ഇരുൾ ചോഴുമെൻ്റെ അശാന്തമായ ഹൃദന്തരം നിന്റെ മൃത്യുവിൻ ഇരുൾ ചോഴുമെൻ്റെ അശാന്തമായ ഹൃദന്തരം മുക്തമാവുകയാണു നിന്റെ അമർത്യമാം വചനങ്ങളാ മുക്തമാവുകയാണു നിന്റെ അമർത്യമാം വചനങ്ങളാ നിന്റെ നാമമപൂർവമ ജപമാർഗമിൻ നറിയുന്നു ഞാൻ നിന്റെ തൃക്കഴൽ കുമ്പിടുന്നു ദയാമയ കരുണാകരാ എന്തൊരത്ഭുതമാണു നിന്റെ ദയാപ്രസാദ മഹേതുകം എന്തൊരത്ഭുതമാണു നിന്റെ ദയാപ്രസാദ മഹേതുകം നന്ദി ചൊൽവതിനെന്തു ചെയ്യണം എന്തു ഞാനിനി ഏകണം നന്ദി ചൊൽവതിനെന്തു ചെയ്യണം എന്തു ഞാനിനി ഏകണം നിന്റെ നാമമപൂർവമ ജപമാർഗമിൻ നറിയുന്നു ഞാൻ നിന്റെ തൃക്കഴൽ കുമ്പിടുന്നു ദയാമയ കരുണാകരാ ദയാമയ കരുണാകരാ ദയാമയ കരുണാകരാ വേദന തിങ്ങുന്ന മനസ്സുമായി ഞാനെൻ്റെ സദ്ഗുരുനാഥൻ്റെ മുന്നിലെത്തി ഒളി ചിന്നും പുഞ്ചിരി കണ്ടപ്പോൾ എൻ മനമാകെ ഒഴിഞ്ഞുപോയി ഞാൻ എല്ലാം പറയാൻ മറന്നുപോയി വേദന തിങ്ങുന്ന മനസ്സുമായി ഞാനെൻ്റെ സദ്ഗുരുനാഥൻ്റെ മുന്നിലെത്തി പൂനിലാവൊളി ചിന്നും പുഞ്ചിരി കണ്ടപ്പോൾ എൻ മനമാകെ ഒഴിഞ്ഞുപോയി ഞാൻ എല്ലാം പറയാൻ മറന്നുപോയി അണുവായൊരെൻ്റെ ദുഃഖ
ദുഃഖം എൻ്റേതു മാത്രമല്ലെന്ന് അവിടുത്തെ വാക്കുകളിൽ ഞാൻ അറിഞ്ഞു. അണുവായൊരെൻ്റെ ദുഃഖം എൻ്റേതു മാത്രമല്ലെന്ന് അവിടുത്തെ വാക്കുകളിൽ ഞാൻ അറിഞ്ഞു. അരുമയാൽ തൃക്കരം ഭസ്മക്കുറി തന്നപ്പോൾ അറിയാതെ ഞാൻ എന്നെ മറന്നുപോയി. അരുമയാൽ തൃക്കരം ഭസ്മക്കുറി തന്നപ്പോൾ അറിയാതെ ഞാൻ എന്നെ മറന്നുപോയി. ഞാൻ ദൈവവരം മുറ്റി നിന്നുപോയി. വേദന തിങ്ങുന്ന മനസ്സുമായി ഞാൻ എൻ്റെ സദ്ഗുരുനാഥൻ്റെ മുന്നിലെത്തി. പൂനിലാവൊളി ചിന്നും പുഞ്ചിരി കണ്ടപ്പോൾ എൻ മനമാകെ ഒഴിഞ്ഞുപോയി. ഞാൻ എല്ലാം പറയാൻ മറന്നുപോയി. അവിടുത്തെ സ്പർശത്തിൻ അനുരണനങ്ങളാൽ ഒരു നിമിഷം മനമെന്നോടു ചൊല്ലി. അവിടുത്തെ സ്പർശത്തിൻ അനുരണനങ്ങളാൽ ഒരു നിമിഷം മനമെന്നോടു ചൊല്ലി. വേദന ദേഹത്തിനല്ലല്ലോ ദൈവം, നോവാണ് നൊമ്പരം നന്മയാണ്, നോവാണ് നൊമ്പരം നന്മയാണ്. വേദന തിങ്ങുന്ന പാടാൻ ചില ഒരുപാട് മനസ്സുമായി ഞാൻ എൻ്റെ സദ്ഗുരുനാഥൻ്റെ മുന്നിലെത്തി. പൂനിലാവൊളി ചിന്നും പുഞ്ചിരി കണ്ടപ്പോൾ എൻ മനമാകെ ഒഴിഞ്ഞുപോയി. ഞാൻ എല്ലാം പറയാൻ മറന്നുപോയി.
പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകരഗുരു സത്യപ്രഭായ നമഃ. ഓം ശ്രീ കരുണാകരഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകരഗുരു സത്യപ്രഭായ നമഃ. വ്യക്തരൂപായ നിർഗുണായ ഗുണാത്മനേ സമസ്ത ജഗതാനഗര മൂർത്തയേ ബ്രഹ്മണേ നമഃ. ഗുഹ്യതരം സാരം ഗുരുഗീതാ വിശേഷത തത്പ്രസാദാശ ശ്രോതവ്യ തത്സർവം ബ്രൂഹി സൂതന. കൈലാസശിഖരേ രമ്യേ ഭക്തിസാധനകേതവേ പ്രണമ്യ പാർവതീഭക്ത്യാ ശങ്കരം പരിപൃച്ഛതേ. ഓം നമോ ദേവദേവേശ പരാത്പര ജഗദ്ഗുരു സദാശിവ മഹാദേവ ഗുരുദീക്ഷാം പ്രയച്ഛ മേ. ഭഗവത് സർവധർമ്മജ്ഞ വ്രതാനാം വ്രജനായകം ബ്രൂഹി മേ കൃപയാ ശംഭോ. ഗുരുമാഹാത്മ്യമുത്തമം കേന മാർഗേണ തോ സ്വാമിൻ ദേഹി ബ്രഹ്മമയോ ഭവേ. തത്കൃപാം ഗുരു മേ സ്വാമിൻ നമാമി ചരണൗ തവ. യസ്യ ദേവേ പരാ ഭക്തിർ യഥാ ദേവേ തഥാ ഗുരോ തസ്യൈവേ കഥിതാ ഹർത്ത. പ്രകാശം ദേ മഹാത്മനാ മമ രൂപാസിതേ വിത്വം തദ്ഭക്ത്യർത്ഥം വദാമ്യഹം. ലോകോപകാര്യക പ്രശ്നോ ന കേനാവികൃതഃ പുരാ. യോ ഗുരുഃ സ ശിവ പ്രോക്തോ യഃ ശിവഃ സ ഗുരുഃ സ്മൃതഃ. വികൽപം യസ്തു ഗുരുദീഹ സനോ ഗുരുദൈവതഃ. ദുർലഭം ത്രിഷു ലോകേഷു തശൃണുഷ്വ വദാമ്യഹം. ഗുരും ബ്രഹ്മ വിനാ നാന്യം സത്യം സത്യം വരാഹനേ. അചിന്ത്യാ വ്യക്തരൂപായ നിർഗുണായ ഗുണാത്മനേ സമസ്ത ജഗതാധാര മൂർത്തയേ ബ്രഹ്മണേ നമഃ. സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോ മാ അമൃതംഗമയ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.